ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഐറ്റം നല്ല ഇറച്ചി ചോറാട്ടോ. ഇന്നത്തെ നമ്മളെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 3/4 കിലോ ബീഫ് ആട്ടോ, കഴുകി ക്ലീൻ ചെയ്ത് വെച്ച് എല്ലും നെയ്യും ഒക്കെ ഉള്ള ബീഫ് എടുക്കണം. അപ്പാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു വലിയ തക്കാളി ഇല്ലേ, അതും കൂടി കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ്. ഒരു വെളുത്തുള്ളിയും ഫുള്ളും എടുത്തിട്ടുണ്ട്. ഒരു 5 പച്ചമുളകും ഒരു 2-3 പീസ് ഇഞ്ചിയും കൂടി മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇടണം കേട്ടോ. അപ്പോൾ അത് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വേണം. മല്ലിപ്പൊടി കേട്ടോ മെയിനായിട്ട് വേണ്ടത്. അപ്പോഴാണ് ഇതിനൊന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ തന്നെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ഇറച്ചിച്ചോറ് ഉണ്ടാക്കൽ? ഇങ്ങനെയാണെങ്കിൽ ഒന്ന് പറയട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇത് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് വേവിച്ചെടുക്കുക. ഓരോ ബീഫിന് പല വേവായിരിക്കും കേട്ടോ. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ ബീഫിൻ്റെ വേവ് അനുസരിച്ച് വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ വേറൊരു പാത്രം വെച്ചിട്ട് നമുക്ക് ചോറുണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ തന്നെ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്കായ അതൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ചെറിയ പീസ് ഉള്ളി ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഒന്ന് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 3 കപ്പ് ജീരകശാല അരി ആട്ടോ എടുത്തത്. 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളം ആട്ടോ വേണ്ടത്. അപ്പം ഞാനിപ്പോൾ 3 കപ്പാണ് ഒഴിക്കുന്നുള്ളൂ. എന്നുവെച്ചാൽ ബീഫിൽ നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങി വരും. ഏകദേശം അത് എൻ്റെത് 1.5 കപ്പോളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വെള്ളം തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കഴുകി വെച്ച ജീരകശാല അരിയാണ് 3 കപ്പ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാ വെള്ളം ഇതേപോലെ ഒന്ന് വറ്റി വരുമ്പോൾ ഒന്ന് ഇതായി വരുമ്പോൾ നമുക്ക് നേരത്തെ വേവിച്ച ബീഫില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. എൻ്റെ ബീഫിൽ ഞാൻ വേവിച്ചിട്ട് ഏകദേശം 1.5 കപ്പോളം ഗ്രേവി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ ചോറ് ഈ ബീഫും കൂടി ഒരുമിച്ച് വേവിച്ചെടുക്കുക കേട്ടോ. ബീഫ് വെന്തതാണ്. ഇതിൽ ഇങ്ങനെ വേവിക്കുമ്പോൾ നമ്മളെ ബീഫിന് നല്ല ഫ്ലേവറൊക്കെ ഉണ്ടാവും, നല്ല ടേസ്റ്റാണ്. മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് ഇതൊരു 20-25 മിനിറ്റ് അത്രയും മതിയാവും. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ട് നല്ല ചൂടുള്ള ഉച്ചക്കെല്ലാം കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു റെസിപ്പി പെട്ടെന്ന് വരുന്നതായിരിക്കും. ബൈ ബൈ, താങ്ക് യു.